UAE-യിൽ നിങ്ങൾ ആദ്യമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണോ? എന്നാൽ ഈ വീഡിയോ മുഴുവനായി കണ്ടോളൂ, ഉപകാരപ്പെടും. UAE-യിൽ 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്ന് ഫ്രീ ഹോൾഡ്, മറ്റത് ലീസ് ഹോൾഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഫ്രീ ഹോൾഡിനെ പറ്റി സംസാരിക്കാം. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ 100% ഓണർഷിപ്പാണ്. അത് UAE-യിലുള്ള എല്ലാ ലൊക്കേഷനും ഇല്ല, പെർട്ടിക്കുലർ ലൊക്കേഷൻസിലാണ് ഉള്ളത്. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. റെഡി ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ ദ പ്രോപ്പർട്ടി ഈസ് ഓൾറെഡി റെഡി. നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡി ടു മൂവിന് ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 100% ക്യാഷ് കൊടുത്ത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 20% ഡൗൺ പേയ്മെൻറ്റും ബാലൻസ് 80% ആണ് നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കണം നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയണമെങ്കിൽ നമുക്കൊരു പ്രീ അപ്രൂവൽ ലോൺ എടുത്ത് വെക്കാൻ പറ്റും. റെഡി ടു മൂവിന് ആയിക്കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ് ഇസ് വെരി സിമ്പിൾ. പ്രോപ്പർട്ടിയുടെ 20% ആണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ലിക്വിഡിറ്റി ഓഫ് ക്യാഷ് കൊടുക്കേണ്ടത്, ബാലൻസ് 80% നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. റെഡി ടു മൂവിന് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻഡ് യൂസറായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റെൻറ്റിന് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കത് റെൻറ്റൽസിന് പോകാൻ പറ്റും. പക്ഷേ റെഡി ടു മൂവിന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓഫ് പ്ലാൻ. ഓഫ് പ്ലാൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ പ്ലെൻറ്റി ഓഫ് പേയ്മെൻറ്റ് പ്ലാൻ ഓപ്ഷൻ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ലിക്വിഡിറ്റി ഓഫ് ക്യാഷ് പോകത്തില്ല. ഒരു ഓഫ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിന് പല പേയ്മെൻറ്റ് പ്ലാൻ ഓപ്ഷൻസാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 30-70 എടുക്കുകയാണെങ്കിൽ അതായത് 30% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ആൻഡ് 70% ഡ്യൂറിങ് ഹാൻഡ് ഓവർ. അതായത് ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഏർലി സ്റ്റേജസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം കിട്ടുന്നത്, അതായത് ഒരു ഹാൻഡ് ഓവർ വരുന്നത് 2029 നിങ്ങൾക്ക് 3 years ടൈം ഉണ്ട്. ഈ 3 years കൊണ്ടാണ് നിങ്ങൾ 30% അടയ്ക്കേണ്ടത്. ബാലൻസ് 70% നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുകൂടാതെ ഹൈ ക്യാപിറ്റൽ അപ്രിസിയേഷൻ. നിങ്ങളിപ്പം ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഇനിഷ്യലി തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ഓൺ എ വെരി മച്ച് ലോവർ പ്രൈസ്. സോ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇസ് ഗോയിങ് ടു ബി റിയലി ഹൈ. ആൻഡ് അപ്ഡേറ്റഡ് ഫെസിലിറ്റീസ്. ഒരു റെഡി എടുക്കുകയാണെങ്കിൽ ഒരു 3 to 4 years ഓൾഡ് ബിൽഡിംഗ് ആയിരിക്കും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്. പ്രത്യേകിച്ച് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ലോട്ട് ഓഫ് ഡിസ്കൗണ്ട്സ് ഇൻ ടേംസ് ഓഫ് പ്രൈസസ് ആണെങ്കിലും അല്ലെങ്കിൽ DLD വേവർ ആണെങ്കിലും അങ്ങനെ പല ഓഫേഴ്സും ഡിസ്കൗണ്ട്സും പേയ്മെൻറ്റ് പ്ലാൻ ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കാൻ കഴിയും. പിന്നെ ആകുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി റെഡി ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ROI കാൽക്കുലേഷനോ അല്ലെങ്കിൽ റെൻറ്റൽ റിട്ടേൺസോ കിട്ടി തുടങ്ങത്തുള്ളൂ. സോ ആദ്യമായിട്ട് UAE-യിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ആർ ദ ബേസിക് തിങ്സ് നിങ്ങൾ അറിയേണ്ടത്. സോ ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വീഡിയോ സേവ് ചെയ്യുക. അതൊന്നും അല്ല, എനിക്കിതിൽ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും കൂടെ ചെയ്യുക.